നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഡൗൺ ട്രെൻഡിലാണുള്ളത്. നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് ഇവിടെ നമുക്ക് കാണാം. ഇന്നിപ്പോൾ നിഫ്റ്റി 50യുടെ ടോട്ടൽ മൂവ് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ നിയർലി 0.38% ആണ്. 100 പോയിൻറ്റിലേക്ക് എത്തിയിട്ടില്ല, 95 പോയിൻറ്റ്. എനിവേ ഇന്ന് വൺ സൈഡഡ് ഒരു ട്രെൻഡിങ് മാർക്കറ്റ് പോലെ അത് കാണിക്കുകയാണ് നിലവിലെ സിറ്റുവേഷനിൽ. അപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ ട്രേഡിംഗ് ആണ്. അപ്പോൾ ആദ്യമായി കാണുന്ന ആൾക്കാർക്ക് എന്താണ് റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് ഒന്നൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സപ്പോസ് ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണോ അതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്മളിതാ ഈ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ ബൈ ചെയ്യും. ഇനി സപ്പോർട്ട് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് തെറ്റാണെങ്കിൽ അവിടെ വരെ മാർക്കറ്റ് വരണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇത് ഇവിടുന്ന് ഒരു ഓർഡർ ബ്ലോക്ക് എന്നലത്തേത് നമുക്കിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഒരു പക്ഷേ റിവേഴ്സ് ചെയ്ത് പോകാം. എനിവേ നമ്മൾ കണ്ടെത്തി വെച്ചേക്കുന്ന സപ്പോർട്ട് ഇത് തന്നെയാണെന്ന് കരുതുക. അപ്പോൾ മാർക്കറ്റ് ഇവിടെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കവിടെ എൻട്രി ഇല്ല. മറിച്ച് രണ്ട് എൻട്രിയേ നമുക്കുള്ളൂ. ഒന്ന്, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തൊട്ടടുത്ത റെസിസ്റ്റൻസിൽ നമ്മൾ ഒരു സെൽ ഓർഡർ, അത് ബ്രാക്കറ്റ് ഓർഡറോ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറോ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ടാവും. പ്ലസ് ഇവിടെ താഴത്തെ വരുമ്പോൾ സപ്പോർട്ടിൽ നമ്മളൊരു ബൈ ഓർഡർ അഡ്വാൻസ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളത് ചെയ്യുന്നത് സെറോദയിലെ അലർട്ട് ട്രിഗർ ഓർഡർ വെച്ചിട്ടാണ്. നാളെ എൻട്രി എടുക്കേണ്ട ഭാഗങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ട് അവിടെ ബൈയോ സെല്ലോ എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ ഇന്ന് തന്നെ അഡ്വാൻസ് ആയിട്ട് ഓർഡർ ഇട്ട് വയ്ക്കും. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നാളെ 9/7 പ്രീ മാർക്കറ്റ് ഡാറ്റ വരുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രീ ഓപ്പൺ എവിടെയാണെന്ന് നമ്മൾ നോക്കും. അതിനുശേഷം അതിൻ്റെ തൊട്ട് മുകളിലും തൊട്ട് താഴെയുമുള്ള നമ്മുടെ ബൈയും സെല്ലും നമ്മൾ എനേബിൾ ചെയ്ത് വെക്കും. അപ്പോൾ അലർട്ട് ട്രിഗർ ഓർഡർ നമുക്ക് എനേബിളും ഡിസേബിളും പൊസിഷൻ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇവിടെ വരുമ്പോൾ നമുക്ക് എൻട്രി കിട്ടും. പിന്നീട് നമുക്ക് മുകളിലേക്ക് ടാർഗറ്റ് കിട്ടണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് നമ്മൾ സെല്ലും ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തൊരു മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സെല്ല് ചെയ്യും. അതിനുശേഷം നമുക്ക് വേണ്ടത് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ മൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് മിനിമം 1:2 റിസ്ക് റിവാർഡിൽ എൻട്രി എക്സിറ്റ് നമ്മൾ നടത്തുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് എടുത്ത സ്റ്റോക്ക് മാത്രമേ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ BPCLലാണ് നമ്മൾ ഇന്നലെ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ ഈ ഒരു സപ്പോർട്ടും മുകളിലെ ഒരു റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞു നമ്മൾ ഈ നടുക്ക് മാർക്ക് ചെയ്തേക്കുന്നതിനെ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം വേറൊന്നുമല്ല, ഇന്നലത്തെ ടോട്ടൽ മൂവ് നമുക്കിവിടെ കാണാൻ അത് കേവലം 1.2% മൂവ് ഇന്നലെ മാർക്കറ്റ് മൊത്തത്തിൽ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നടുക്കത്തെ ആ ലൈനിനെ നമ്മൾ ഒരു വലിയ പ്രൈസ് ആക്ഷൻ ലൈനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എക്സാക്ട്ലി ആ ലൈനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ലൈനിൽ ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ആ ലൈനിൻ്റെ തൊട്ട് ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ബയ്യോ സെല്ലോ ഒരു ഡയറക്ഷൻ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസിൽ ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇട്ടു, ഇവിടെ നമ്മൾ ബൈ ഓർഡർ ഇട്ട് വെച്ചു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് വന്ന് ട്രിഗർ അയക്കുന്നത് നമ്മുടെ ഈ ബൈ ഓർഡറാണ്. എന്നാൽ ഈ സപ്പോർട്ട് ബ്രേക്കായി നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഇവിടെയായിരുന്നു. അത് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൽ തന്നെ നമുക്കിവിടെ എൻട്രിയും കിട്ടി. അതിനുശേഷം നമുക്കിവിടെ സ്റ്റോപ്പ് ലോസും കിട്ടി. ഫസ്റ്റ് ക്യാൻഡിലിൽ നമ്മൾ ലോസിൽ എക്സിറ്റായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത്. ഇനി ഇത് നമ്മൾ ടെക്നിക്കലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളുടെ സെറോദയിൽ വന്നിട്ട് നമുക്കതൊന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ ഓർഡർ 9:17:15 നമ്മളുടെ ഓർഡർ 153 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്തിരുന്നത്. അത് 347:40 നമുക്ക് കിട്ടിയത്. നമ്മളിവിടെ കണ്ടു നമ്മളുടെ എൻട്രി നമ്മൾ വെച്ചിരുന്നത് 347:55 ഇവിടെ ഉണ്ടായിരുന്ന പ്രൈസ് ആക്ഷൻ ലൈൻ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ അലർട്ട് ട്രിഗർ ആയേക്കുന്നത്. അലർട്ട് എപ്പോൾ ട്രിഗർ ആകുന്നോ അതിനുശേഷം മാത്രമേ നമ്മുടെ ഓർഡർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകത്തുള്ളൂ. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെന്ന സമയത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന പ്രൈസ് 347.40. അപ്പോൾ എക്സ്ചേഞ്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതൊരു ലിമിറ്റ് ഓർഡർ ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് ഇതാണ്, നമ്മൾ
എടുക്കാൻ ബൈ ചെയ്യാൻ പറഞ്ഞ പ്രൈസിന് മുകളിലാണോ പ്രൈസ് നിൽക്കുന്നത്, അതിൽ താഴെയാണോ? മുകളിലാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവത്തില്ല. നമ്മുടെ പറഞ്ഞ പ്രൈസിന് താഴെ, ബൈ ചെയ്യേണ്ട പ്രൈസിന് താഴെയാണ് മാർക്കറ്റ് ഉള്ളതെങ്കിൽ ആ പ്രൈസിൽ മാർക്കറ്റ് ഓർഡറായിട്ട് നമുക്ക് എൻട്രി കിട്ടും. അതായത് നമ്മുടെ ലിമിറ്റ് പ്രൈസിന് താഴെ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിലായിരിക്കും എല്ലായ്പ്പോഴും നമുക്ക് എൻട്രി വരുന്നത്. ലിമിറ്റ് പ്രൈസിന് മുകളിലാണെങ്കിൽ നമ്മുടെ ഓർഡർ ഫില്ലാകത്തില്ല. സോ അവിടെ റിസ്ക് നമുക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് പൈസ വ്യത്യാസത്തിൽ ഇന്നിവിടെ എൻട്രി കിട്ടി. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 347.40 നമുക്ക് എൻട്രി കിട്ടി. സ്റ്റോപ്പ് ലോസും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മുടെ എൻട്രി നമ്മൾ വെച്ചിരുന്ന ബൈ ഓർഡർ ഇതായിരുന്നു. ഇത് ആ സമയത്ത് എനേബിൾഡ് പൊസിഷനിലായിരുന്നു. ഇതിൻ്റെ തൊട്ട് മുകളിൽ ഉണ്ടായിരുന്ന നമ്മുടെ സെൽ ഓർഡറും, നമ്മുടെ സെൽ ഓർഡർ നമ്മൾ ഇവിടെയാണ് വെച്ചിരുന്നത്. 351 സംതിങ്സിലാണ് വെച്ചിരുന്നത്. അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. 351.65 നമ്മൾ സെൽ ഓർഡർ വെച്ചിരുന്നത്. ഇത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിരുന്നു. ഇത് വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെൽ ഓർഡർ ഡിസേബിൾ ചെയ്തു. കാരണം ഒരു ദിവസം നമുക്ക് ഒരു എൻട്രി മതി. അപ്പോൾ ഇത് എൻട്രി കിട്ടി. ആ എൻട്രി കിട്ടിയ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇവിടെ വെച്ചിരുന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഓർഡർ ഇടുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ BPCL ബൈ 347.50 എന്നുള്ളത് അലർട്ട് വരുമ്പോൾ നമുക്ക് കാണാനുള്ള എഴുതിയേക്കുന്ന അലർട്ടിൻ്റെ ഹെഡ്ലൈനായിട്ട് വെച്ചേക്കുന്നതാണ്. BPCLലാണ് അതിൻ്റെ കണ്ടീഷൻ ഇതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എപ്പോഴാണോ പ്രൈസ് 347.50 അല്ലെങ്കിൽ അതിൽ താഴെയോ വരുന്നത് ആ സമയത്ത് ഈ അലർട്ട് ട്രിഗർ ആകണം. അലർട്ട് ട്രിഗർ ആകുമ്പോൾ നടക്കേണ്ട ആക്ഷൻ, അലർട്ട് ട്രിഗർ ഓർഡർ, ആ ഓർഡർ എന്ന് പറയുന്നത് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം B എന്ന് എഴുതിയേക്കുന്ന ബൈ സിമ്പിളാണ്. ഇനി ഇത് വെച്ചേക്കുന്ന ലിമിറ്റ് പ്രൈസിലാണ് നമ്മൾ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇത് ഇൻട്രാഡേ ആയിട്ടാണ്, മാർജിൻ ഇൻട്രാഡേ സ്ക്വയർ ഓഫ്. അപ്പോൾ കവർ ഓർഡറായിട്ടാണ് നമ്മളിത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് CO എന്നെഴുതി കാണിച്ചേക്കുന്നത്. ക്വാണ്ടിറ്റി 153 ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെച്ചിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രൈസ്, ട്രിഗറായ പ്രൈസ് 347.50 ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഓർഡർ ട്രിഗറായി. ഇവിടെ ഈ കാണുന്ന തുക തന്നെയാണ് അതും നമ്മൾ വെച്ചേക്കുന്നത്. 347.50 ലിമിറ്റ് പ്രൈസ് വെച്ചത്. ഇനി ഇതിൻ്റെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വിൻഡോ ഓപ്പണായി വരും. നമുക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വെച്ചേക്കുന്ന പ്രൈസ് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട ലിമിറ്റ് പ്രൈസ് നമ്മൾ വെച്ചു. മാർക്കറ്റ് ലിമിറ്റോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ലിമിറ്റ് വേണ്ടതുകൊണ്ട് നമ്മൾ ലിമിറ്റ് സെലക്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം സ്റ്റോപ്പ് ലോസ് നമ്മളിവിടെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. 345.75 നമ്മൾ വെച്ചിരുന്നത്. എന്നാൽ നമുക്ക് എൻട്രി എടുത്തതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി കിട്ടിയ പ്രൈസ് ഇതാണ്, 347.40. സോ ദാറ്റ് നമ്മളുടെ ബൈ സ്റ്റോപ്പ് ലോസ് 345.65 മാറിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇട്ടേച്ച ബൈ ഓർഡർ. അങ്ങനെ ഇത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്നത് പോലെ ഇത് എനേബിൾഡ് പൊസിഷനിൽ ഇവിടെ കിടക്കുന്നുണ്ടാകും. പക്ഷേ ഇത് നമ്മൾ എനേബിൾ ആക്കാതെ ഡിസേബിൾ ആക്കി വയ്ക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിനെ എനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഡിസേബിൾ ചെയ്ത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്, അതായത് ഒരു ദിവസം രാവിലെ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് ഓപ്പൺ തരുമ്പോൾ ആ വാല്യൂ നമ്മൾ നോക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ പ്രീ മാർക്കറ്റ് ഓപ്പൺ നമുക്ക് കിട്ടിയത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് കുറച്ച് വൈകിപ്പോയി എന്ന് തോന്നുന്നു. എനിവേ 340 അത് ഓപ്പൺ ചെയ്തിരുന്നത് ഇവിടെ തന്നെയാണ്. 349.50 ആയിരുന്നു അതിൻ്റെ പ്രീ മാർക്കറ്റ് ഓപ്പൺ. 49.50 ഓക്കെ. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മുകളിൽ കിടന്നുവെച്ച എൻട്രിയും താഴെ കിടന്നുവെച്ച എൻട്രിയും എനേബിൾ ചെയ്തത്. അപ്പോൾ ഇത് ആ സമയത്ത്, അതായത് 9:07 ശേഷം ഇത് നമ്മൾ എനേബിൾ ചെയ്തു. പിന്നെ 9:15 മാർക്കറ്റ് റൺ ചെയ്ത് തുടങ്ങിയപ്പോൾ 9:15 നമ്മുടെ ഈ ഓർഡർ ട്രിഗറായി. അത് ട്രിഗറായ സമയത്ത് നമ്മളിവിടെ ഇട്ടേച്ച സെൽ ഓർഡർ
സെൽ ഓർഡർ ഉണ്ടായിരുന്ന 351.65 നമ്മൾ ഡിസേബിൾ ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കന്ന് പണിയൊന്നുമില്ല. അതായത് നമ്മൾ ഓർഡർ ഇട്ട് വെച്ചത് തലേ ദിവസമാണ്, 9/7 നമ്മളിതിനെ ഡിസേബിൾ പൊസിഷനിൽ നിന്ന് ആക്ടിവേറ്റ് ചെയ്തത്, എനേബിൾ ആക്കി വെച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓർഡർ ഇട്ട് വെച്ചു, ഇന്നത്തെ ദിവസം 9 മണി കഴിഞ്ഞ് 7 പ്രീ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷം പ്രീ മാർക്കറ്റ് ഓപ്പണിൻ്റെ തൊട്ട് മുകളിലും താഴെയുള്ളത് എനേബിൾ ചെയ്യുന്നു. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്ത് ഇടപെടലൊന്നുമില്ല. ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അടിച്ചില്ലെങ്കിൽ 3 മണിക്ക് ശേഷം നമ്മൾ മാനുവലി എക്സിറ്റ് എടുക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ നെറ്റ് കിട്ടിയത് ലോസാണ് 275.40. അപ്പോൾ നമ്മുടെ ഇന്ന് വരെയുള്ള ജേണൽ കാണുന്നത് ഇതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ BPCL ലോങ് എൻട്രി ആണ് എടുത്തത്, 275 ലോസ് നമുക്ക് കിട്ടി. മൊത്തം 10 ദിവസം നമ്മൾ ട്രേഡ് ചെയ്തു. അതിനകത്ത് 4 ദിവസം പ്രോഫിറ്റും 6 ദിവസം ലോസും. 40% വിൻ റേഷ്യോ ഉണ്ട്. 40% വിൻ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റ് 10% പ്രോഫിറ്റ് കിട്ടേണ്ടതാണ്, പ്രൊവൈഡഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ദിവസമൊക്കെ ഇത് 1:2 കിട്ടി, ഇവിടെ 1:2 കിട്ടി. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഒന്ന് ഡൗൺ ആകാൻ, അതർവൈസ് മാർക്കറ്റിൻ്റെ വൊളാറ്റിലിറ്റി ഒന്ന് കുറഞ്ഞു, ഒരു ദിവസത്തെ ടോട്ടൽ ചേഞ്ച് 1%-ന് മുകളിൽ വന്നില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം പ്രോഫിറ്റ് കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ല. ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 1:1 പോലും കിട്ടിയിട്ടില്ല, അതിൽ താഴെയാണ് നമുക്ക് കിട്ടിയത്. ഈ ദിവസം നമുക്ക് കിട്ടിയത് 1:1 മാത്രം എടുത്ത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. 1:2 മാർക്കറ്റ് പോകുന്നില്ല. അങ്ങനെ ഈ 4 ദിവസവും 1:2 ഹിറ്റ് ചെയ്തിരുന്നു എങ്കിൽ നമുക്കിവിടെ നെറ്റ് 10% പ്രോഫിറ്റ് ഉണ്ടായേനെ. അതിപ്പോൾ നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല. ഇതുവരെ മൊത്തം നമ്മൾ ഈ വർഷം ട്രേഡ് ചെയ്തത് 57 ദിവസം, 32 ലോസും 25 പ്രോഫിറ്റും. അവിടെ നമുക്ക് 44% വിൻ റേഷ്യോ കിട്ടിയപ്പോൾ 15% നെറ്റ് പ്രോഫിറ്റിലാണ് ഈ വർഷം നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ട്രേഡിങ് കുറച്ചും കൂടെ സിമ്പിളായിട്ടുണ്ട്, കാരണം അലർട്ട് ട്രിഗർ ഓർഡർ നമ്മൾ വെക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് അലർട്ട് ട്രിഗർ ഓർഡർ വെക്കുന്നതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ലൈവായിട്ട് ഇപ്പോൾ ഒന്ന് കാണിക്കാം. ഇവിടെ നമ്മൾ സെൽ ഓർഡർ ഇട്ട് വെക്കുകയാണ് ഇന്നലെ ചെയ്തത്. അത് ചെയ്തത് ഇങ്ങനെയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് അലർട്ട് അറ്റ് 351.70 എന്നിവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BPCL അവിടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കവിടെ എഴുതി കൊടുക്കാം. നമ്മളവിടെ BPCL സെല്ലെന്ന് ആണ് കൊടുത്തിരുന്നത്. BPCL സെല്ല് നമ്മൾ വെച്ചിരുന്നത് 351.65 അപ്പോൾ 70 നമ്മുടെ ആ റെസിസ്റ്റൻസ് ഉള്ളത്. അതിന് കുറച്ച് മുന്നേ തന്നെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ 351.65 ഇന്നലെ ഓർഡർ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും അത് എഡിറ്റ് ചെയ്തിരുന്നു. 65 നമ്മൾ ട്രിഗർ വെച്ചു. അപ്പോൾ ഇത് താഴത്തുനിന്ന് വരുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത്. താഴത്തുനിന്ന് വന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഈക്വൽ ആകുമ്പോഴോ അല്ലെങ്കിൽ ഗ്രേറ്റർ ആകുന്ന സമയത്തോ നമുക്ക് ഈ അലർട്ട് ട്രിഗർ ആകണം. അതിനുവേണ്ടി നമ്മൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സൈനും കണ്ടീഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ആവശ്യം പോലെ വെക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ നടക്കേണ്ട ആക്ഷൻ അലർട്ട് മാത്രം മതിയോ അതോ ഓർഡറും വേണോ? അപ്പോൾ നമുക്ക് ഓർഡറും കൂടെ അവിടെ വേണം. സോ ദാറ്റ് നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിനി ഇവിടെ ഏതാണ് സ്റ്റോക്ക്, അതായത് ഈ അലർട്ട് അടിക്കുമ്പോൾ എന്ത് ആക്ഷനാണ് ഏത് സ്റ്റോക്കിലാണ് നടക്കേണ്ടതെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ BPCL അത് നമ്മൾ സ്റ്റോക്ക് സിമ്പിൾ സെലക്ട് ചെയ്തു. ഇനി BPCL NSE വേണോ BSE വേണോ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് NSEയിലാണ്, അതുകൊണ്ട് നമ്മൾ NSEയിൽ. ഇവിടെ നമുക്ക് ചെയ്യേണ്ട സെല്ലാണ്. അപ്പോൾ സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ എസ് കാണുന്നത് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ബൈ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ബൈ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സെല്ല് കൊടുക്കേണ്ടതുകൊണ്ട് നമ്മളിവിടെ സെല്ലിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ക്വാണ്ടിറ്റി നമുക്ക് വേണ്ട എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാം. 153 ആയിരുന്നു നമ്മുടെ ക്യാപിറ്റൽ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ 153 നമ്മൾ കൊടുക്കുന്നത് MIS ഓർഡറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻട്രാഡേ ബൈ ഡിഫോൾട്ട് ഇവിടെ സെലക്റ്റഡ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മാർജിൻ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ളതിൻ്റെ പകുതി ഇട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 10,600 ഇഷ്ടം 21,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ 10,600 ഇഷ്ടം നമുക്ക് വേണം. അത് 153 സ്റ്റോക്ക് എടുക്കാൻ അത്ര നമ്മൾ കൊടുത്തു. പ്രൈസ് 347.65 നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് വെച്ച സെയിം പ്രൈസ് ഇതിവിടെ റണ്ണിങ് പ്രൈസാണ്, അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് കൊടുക്കേണ്ട പ്രൈസ് 351.65 മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ ഒരു സെൽ ആക്ഷനാണ് നടക്കേണ്ടത്. അത് നമ്മൾ കൊടുത്തു.
ഇത് നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. 351.65 സെല്ലാണ്. അപ്പോൾ സെല്ലിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 353.40 അത് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. 353.40 നമ്മൾ സെല്ലിനുള്ള സ്റ്റോപ്പ് ലോസും വെച്ചു. ഇത്ര വെച്ചിട്ട് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുക നമ്മൾ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ശരി തന്നെയല്ലേ, എല്ലാം ശരിയാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം ആഡ് ടു ബാസ്ക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യും. ഇപ്പോൾ കാണാം ഒരു ഓർഡർ ഈ ട്രിഗർ അടിക്കുമ്പോൾ ഒരു ആക്ഷൻ നമ്മൾ കൊടുത്തു. ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആക്ഷൻ കൊടുക്കാം. അപ്പോൾ വേറൊരു സ്റ്റോക്കും കൂടെ ഇതേ സ്റ്റോക്കിൽ ഈ പ്രൈസ് വരുമ്പോൾ എത്തുമ്പോൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതേ പ്രക്രിയ വെച്ചിട്ട് കൊടുക്കാം. എന്തായാലും നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ സ്റ്റോക്കിൽ ഇവിടെ പ്രൈസ് എത്തുമ്പോൾ സെല്ലാണ് ചെയ്യേണ്ടത്. അത് ഒറ്റ ആക്ഷൻ മതി. അത് നമ്മളിവിടെ കൊടുത്തു. ഇനി ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഓർഡർ അവിടെ ക്രിയേറ്റഡ് ആയിട്ട് വരുന്നത് കാണാം. ഇത് ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ട് അത് വരുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ, ഇപ്പോൾ കാണാൻ പോകുന്നത് പോലെ ഇവിടെ എനേബിൾഡ് എന്ന് പറയുന്ന പൊസിഷനായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഇത് നമ്മൾ നാളത്തേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നാളെ കാലത്ത് 9-7 ആകുമ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ചെയ്തേക്കുന്നത് ആ പൊസിഷൻ നോക്കിയിട്ട് വേണം നമ്മൾ വെച്ചേക്കുന്ന ഓർഡറുകളിൽ ഏതാണ് എനേബിൾ ചെയ്യേണ്ടതെന്ന് അറിയാൻ. അപ്പോൾ അതുവരേക്കും നമ്മളിത് ഡിസേബിൾ ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ 4, 5, 6, 8, 10 കണ്ടീഷൻസ് നമുക്ക് ഇതേപോലെ ഓർഡർ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ 9-7 എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ മുകളിലത്തെ ഇത് സപ്പോസ് അതിൻ്റെ മുകളിലത്തെ റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസിന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് എനേബിൾഡായി. ഇനി നമ്മൾ അന്നേരം പോകുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പോയിന്റിൽ സെല്ലല്ല ചെയ്യേണ്ടത്. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സപ്പോസ് ഈ പ്രൈസിന് മുകളിലാണെങ്കിൽ നമ്മളിവിടെയാണ് സെൽ ഓർഡർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് സപ്പോർട്ടായി, താഴത്തേക്ക് മാർക്കറ്റ് വന്നാൽ ഇത് സപ്പോർട്ടായി. അപ്പോൾ നമുക്ക് ബൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബൈ ചെയ്യാനായിട്ട് ഒറ്റ ക്ലിക്കിൽ ഇത് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് ഡിസേബിൾഡ് പൊസിഷനിൽ നമ്മൾ വെച്ചേക്കുവാണ്. നമ്മൾ കയറി നോക്കുമ്പോൾ 9-7 നോക്കുമ്പോൾ പ്രൈസ് ഓപ്പൺ ചെയ്തേക്കുന്ന മുകളിലാണ്. സോ ഇവിടെ സെല്ല് മാറ്റിയിട്ട് നമുക്ക് ബൈ ആക്കണം. അപ്പോൾ നമ്മളിവിടെ എഡിറ്റിൽ വരിക, വേറെ ഒന്നും ചെയ്യണ്ട. നമ്മളിതാ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ബൈ ആയി മാറി. ഒറ്റ ക്ലിക്കിൽ ഇത് ബൈ ആയി, ഒറ്റ ക്ലിക്കിൽ ഇത് സെല്ലായി. ഇപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതും എഴുതിയേക്കുന്നത് മാറുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ബൈ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് താഴത്തേക്കാണ് പിന്നെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ വെച്ചേക്കുന്ന കണ്ടീഷൻ ഓൾറെഡി മീറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മളിതിനെ മാറ്റി കൊടുക്കണം. അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് വരുമ്പോൾ ഒന്നുകിൽ ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ ലെസ് ആകുമ്പോൾ, അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടൂവിലേക്ക് നമ്മൾ സെലക്റ്റും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബൈ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി അലർട്ട് അടിക്കുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ സെല്ല് മാറ്റിയിട്ട് ഇവിടെ ബൈ എന്നും കൂടി ഇട്ട് കൊടുത്താൽ നമുക്ക് കാര്യം മനസ്സിലായി. ആ സമയത്ത് ഇത് അലർട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രൈസിൽ നമ്മൾ ബൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അലർട്ട് ട്രിഗർ ഓർഡറിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ 9-7 മാർക്കറ്റ് പ്രീ ഓപ്പൺ തന്നതിന് ശേഷം 2 പൊസിഷൻ എവിടെയാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് അതിൻ്റെ മുകളിലെ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യാനുള്ളതും താഴത്തെ ബൈ ചെയ്യാനുള്ളതും 2 പൊസിഷൻ ഈ പറയുന്ന പോലെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 മിനിറ്റിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഡിസിഷനും പിന്നെ എടുക്കേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രേഡ് നടന്നോളും. പിന്നെ നമുക്ക് ഈ കാണുന്ന പോലെ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കിട്ടും അല്ലെങ്കിൽ ടാർഗറ്റ് കിട്ടും. ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ പിന്നെ മാർക്കറ്റിൻ്റെ മുമ്പിൽ നോക്കിപ്പോലും ഇരിക്കേണ്ട. പിന്നെ നമ്മൾ ഒന്നെങ്കിൽ ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ടാർഗറ്റ് വരുന്ന സ്ഥലത്ത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഒരു അലർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വെറും സിമ്പിൾ അലർട്ട് ഇവിടെ ആഡ് അലർട്ട് എന്ന് പറയുമ്പോൾ എന്താ ആക്ഷൻ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഒള്ളി അലർട്ട് വെച്ചിട്ട് ഒരു അലർട്ട് വെച്ച് വെച്ചാൽ അവിടെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു അലർട്ട് അടിക്കും. ഏത് നിങ്ങളുടെ ടാർഗറ്റ് അടിക്കുന്ന പോയിന്റിൽ നമുക്ക് ഓർഡർ നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യണം. കാരണം ഇത് കവർ ഓർഡർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഓട്ടോമാറ്റിക്കലി വരത്തുള്ളൂ. ടാർഗറ്റ് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്യണം. അത് തിരിച്ചറിയാൻ വേണ്ടി അവിടെ മാർക്കറ്റ് എത്തുമ്പോൾ അലർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെയാണോ നമ്മുടെ ടാർഗറ്റ് ഉള്ളത് അവിടെ ഒരു അലർട്ട് വെച്ചേക്കുക. അങ്ങനെ നമ്മളൊരു അലർട്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ താഴത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ ഒരു അലർട്ട് വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ പൊസിഷൻ ഇന്ന് ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടാർഗറ്റ് പ്രൈസിലേക്ക് എത്തുമ്പോൾ ഒരു അലർട്ട് വരും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്കിന്ന് 1:2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കവർ ഓർഡർ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ കവർ ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ആയിക്കോളും. സിമ്പിളാണ്.
9:07 ചെയ്യുന്ന 1 മിനിറ്റോ 2 മിനിറ്റിനോ ശേഷം നിങ്ങൾക്ക് ആ ട്രേഡിംഗ് ഡേയിൽ മറ്റൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് എവിടെ വേണേൽ പോകാം. അലർട്ട് നല്ല സൗണ്ടിൽ വെച്ചേക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ആക്ഷൻ ആ സമയത്ത് നോക്കിയിട്ട്, ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് അടിച്ചേക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നേരെ മറിച്ച് ടാർഗറ്റിലേക്കാണ് പ്രൈസ് എത്തിയിട്ടുള്ളത്, 1:2 എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മാനുവലി കയറി എക്സിറ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു പണി മാത്രമേ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വേണേൽ ട്രയൽ ചെയ്യാം. 1:3 4 ഒക്കെ പോകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിടം തൊട്ട് മാത്രം നിങ്ങളൊന്ന് വാച്ച് ചെയ്യേണ്ട ആവശ്യം വരത്തുള്ളൂ. സോ ഇമോഷണലി ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്തോടുകൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ ഈ രീതി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ. താങ്ക് യു.